നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കൊച്ചു കുട്ടികളിലുണ്ടാകുന്ന കാലിലെ വേദനയെ പറ്റിയാണ്. അപ്പം നമുക്കറിയാം, പൊതുവേ കുഞ്ഞു കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മളോട് രാത്രി കാലിൽ പെയിനുണ്ട്, അല്ലെങ്കിൽ തുടയുടെ അടിഭാഗത്ത് പെയിനുണ്ട്, അല്ലെങ്കിൽ കാഫിൽ പെയിനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം രാത്രി സമയങ്ങളിലായിരിക്കും ഇത് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ തീരെ സഹിക്കാൻ പറ്റാത്ത പെയിനായിട്ട് ചിലപ്പോൾ വരും, ചിലപ്പോൾ കുട്ടികൾ വലിയ കുഴപ്പമില്ലാത്തൊരു പെയിനായിട്ടും ഇത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില സമയത്ത് ഇത് രാത്രി അത്യാവശ്യത്തിന് ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കേണ്ടിയൊക്കെ വരുന്നൊരവസ്ഥ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഡോക്ടർ പറയുന്നത് കേൾക്കാം, ഇത് ഗ്രോയിങ് പെയിനാണ്, ഇത് പ്രശ്നമൊന്നും ഉള്ളതല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗ്രോയിങ് പെയിൻ? അപ്പോൾ പൊതുവേ നമുക്ക് ഈ വളർച്ച ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾ ഇതുപോലെ പെയിന് അനുഭവപ്പെടുന്നെന്ന് കുട്ടികൾ പറയും. പക്ഷെ അങ്ങനെ സാധാരണ എല്ല് വളരുന്ന സമയത്ത് അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെയിൻ ഉണ്ടാവണം എന്നില്ല. പക്ഷേ ചിലരിലെങ്കിലും ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പൊതുവേ ഇങ്ങനൊരു പെയിൻ വരണം എന്നില്ല. പക്ഷേ പെയിൻ ടോളറൻസ് അല്ലെങ്കിൽ പെയിൻ ത്രെഷോൾഡ് വളരെ കുറവുള്ള കുട്ടികളിലാണ് കൂടുതലും ഇങ്ങനെ ഒരു പെയിന് കാണുന്നത്. അതും പൊതുവേ രാത്രി കാലങ്ങളിലായിരിക്കും കൂടുതലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഇങ്ങനെ പെയിൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്കതൊരു സൈക്കോളജിക്കലായിട്ടും തോന്നാം. അതായത് നമുക്ക് തോന്നുന്നതാവാം, കുട്ടികൾക്ക് ഇങ്ങനെ പെയിന് വരുന്നു എന്ന് തോന്നും. അതായത് നമുക്ക് നല്ല രീതിയിൽ പെയിന് വരണമെന്നില്ല, പക്ഷേ പെയിൻ ഉണ്ടെന്ന് കുട്ടികൾക്ക് തോന്നിയിട്ടും ഇങ്ങനെ പറയുന്നതും ഉണ്ട്. അല്ലാതെ രാത്രി നന്നായിട്ട് ഈ പെയിൻ ടോളറൻസ് കുറവുള്ളവർക്ക് പെയിൻ വന്നിട്ട് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ പൊതുവേ നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവേ കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് കാലിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ തുടയുടെ അടിഭാഗത്ത് അല്ലെങ്കിൽ കാഫ് റീജിയനിൽ ഉണ്ടാകുന്ന ഒരു പെയിനാണ് കുട്ടികൾ പറയുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമായിരിക്കും ഇങ്ങനെ പെയിൻ ഉണ്ടാകുന്നത്, എന്നും പെയിൻ ഉണ്ടാവണം എന്നില്ല. ചില ദിവസങ്ങളിൽ മാത്രം പെയിൻ ഉണ്ടാകുന്നതായിട്ട് പറയും. പിന്നെ രാത്രി കാലങ്ങളിലായിരിക്കും കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നത്. പൊതുവെ രാവിലെ സമയങ്ങളിൽ ഇത് എന്നില്ല. രാത്രി സമയങ്ങളായിരിക്കും കുട്ടികൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നൊക്കെ വേദന ഉണ്ടെന്ന് പറയുന്ന കരയുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമുക്ക് പെൺകുട്ടികളിൽ പൊതുവേ ഇത് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നു. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിലാണ് കുറച്ച് കൂടുതലായിട്ട് പറയുന്നത്. ഇനി 3 മുതൽ 12 വയസ്സ് വരെയുള്ള ഇടയ്ക്കുള്ള ആ കുട്ടികളിലാണ് കൂടുതൽ ഇങ്ങനത്തെ ഒരു ഗ്രോയിങ് പെയിൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെയിൻ, രാത്രി ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു പെയിന് ഉണ്ടാകുന്നത്. 10 മുതൽ 20% വരെയുള്ള കുട്ടികളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പേടിക്കേണ്ട ഒന്നാണോ? ഇപ്പോൾ പല പാരൻസിനും ഇങ്ങനെ സംശയമുണ്ടോ, ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നത് വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഒരു സൂചനയാണോ, ഇത് കൊണ്ട് എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പല പാരൻസും വന്ന് ചോദിക്കാറുണ്ട്. ഇതിലിപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇത് പ്രശ്നമാണെന്നുള്ളൊരവസ്ഥയാണ് എന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ഒരു കാലിൽ മാത്രം പെയിൻ വരുന്ന ഒരവസ്ഥ, എപ്പോഴും നമുക്ക് ആ ഒരു കാലിൽ മാത്രമേ കുട്ടി പെയിൻ പറയുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും റെഡ്നെസ് അല്ലെങ്കിൽ കളർ ഡിഫറൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ എന്തെങ്കിലും നീര് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ എന്തെങ്കിലും കാണുവാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ തൊടുന്ന സമയത്ത് അവിടെ അസഹനീയമായിട്ട് ചൂട് നോക്കുമ്പോൾ അത് കാണും. ചെറിയ രീതിയിൽ തൊടുന്ന സമയത്ത് നമുക്ക് ചൂട് പോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നോക്കണം. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് ഇതുപോലെ പനി വരുന്നുണ്ട്, ഇതിൻ്റെ കൂടെയാണ് ഈ വേദന പറയുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ആളിന് വെയിറ്റ് കുറയുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ സമയത്ത് ബ്ലഡ് ചെക്ക് പോലത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ചെയ്ത് അത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുകൂടി ഡോക്ടർ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കണം. മറ്റ് ഗ്രോയിങ് പെയിൻ ആണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല. ഇടയ്ക്കിടെയുള്ള പെയിനും അല്ലെങ്കിൽ രാത്രി കാലത്ത് മാത്രം പെയിന്, 2 കാലിലും ഒരുപോലെ പെയിന്, അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി ഇങ്ങനൊരു അവസ്ഥ വരുന്ന സമയത്ത്, രാത്രിയിലാണ് പൊതുവേ ഇങ്ങനൊരു അവസ്ഥ കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ പൊതുവേ നമുക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും മസാജ് പോലെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ഓയിലോ എന്തെങ്കിലും ഇട്ടിട്ട് ലൈറ്റായിട്ടൊരു മസാജ് കാലിലൊന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് രോമത്തിൻ്റെ ഭാഗത്തോട്ട്, രോമം വളരുന്ന ഭാഗത്തോട്ട് വേണം
മസാജ് ചെയ്യാൻ. ഓപ്പോസിറ്റായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ചൂട്, ചെറിയ രീതിയിലുള്ള ഹോട്ട് ബാഗോ അല്ലെങ്കിൽ തുണിയിൽ ചൂട് വെള്ളം മുക്കിയിട്ട് അത് ചൂട് പിടിച്ചു കൊടുക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടി മസിൽ ക്രാമ്പ് അല്ലെങ്കിൽ ഇതുപോലെ പെയിൻ പറയുന്ന ഒരാളാണെങ്കിൽ രാത്രിയിലൊന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ മേല് കഴുകിയിട്ട് കിടക്കാൻ പറയുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇത് പെയിന് ഗ്രോയിങ് പെയിൻ തന്നെ ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ ഗ്രോയിങ് പെയിന് നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൊരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പൊതുവേ ഇത് കാണുന്നുണ്ട്. 10 മുതൽ 20% വരെയുള്ള കുട്ടികളിൽ ഇത് പൊതുവേ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലത്തെ വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് നമ്മുടെ പെയിന് അല്ലെങ്കിൽ ഒരു കാലിൽ മാത്രം പെയിന് വരുന്നത്, അല്ലെങ്കിൽ അവിടെ റെഡ്നെസ് ഉണ്ടെങ്കിൽ, തൊടുമ്പോൾ ചൂടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ കുട്ടിക്ക് പനി വരുന്നു അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ വെയിറ്റ് പെട്ടെന്ന് കുറയുന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം പോലെ, കുട്ടിക്ക് എപ്പോഴും ഒരു ക്ഷീണം, അതായത് പൊതുവെ കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രായമാണല്ലോ, അപ്പോൾ കളിയൊന്നും ഇല്ല, പൊതുവെ ക്ഷീണമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളിതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഈ ഗ്രോയിങ് പെയിൻ എന്നൊരവസ്ഥ വലിയ പ്രശ്നം ചെയ്യുന്ന ഒരു കാര്യമല്ല. വളരുന്ന കുട്ടികളിൽ ഇത് പൊതുവെ കാണുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇത് നിങ്ങളിതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അറിയാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും വേണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നമസ്കാരം.